എല്ലാവർക്കും നമസ്കാരം. ഞാൻ ശ്രീകുളത്തൂർ ഗിരീഷ് അഗ്നിഹോത്രി. ശ്രീമദ് ഭാഗവത കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അഥ നവമോധ്യായ, 9-ാം അധ്യായം. ബ്രഹ്മാവിൻ്റെ ഭഗവത് ദർശനവും ചതുശ്ലോകി ഭാഗവത ഉപദേശവുമാണ് ഈ അധ്യായത്തിൽ. ശ്രീശുകൻ പറയുകയാണ്, അല്ലയോ നൃപോത്തമ, സ്വപ്നം കാണുന്നവനെ പോലെയല്ലാതെ കേവലം സാക്ഷിയായ ജീവന് മായ കൊണ്ടല്ലാതെ ശരീരബന്ധം ഉണ്ടാവുകയില്ല. ഈ മായാഗുണങ്ങളിൽ രമിച്ചുകൊണ്ടിരിക്കയാലാണ് ഞാനെന്നും എൻ്റേതെന്നുമുള്ള ഭാവങ്ങളും നാനാത്വവും ഒക്കെ അനുഭവപ്പെടുന്നത്. കാലത്തിനും മായയ്ക്കും ഉപരിയായി വർത്തിക്കുന്ന ഭഗവാനിൽ എപ്പോഴാണ് ഭക്തി ഉണ്ടാകുന്നത്, അപ്പോൾ ജീവൻ മായാമുക്തനായി തീരുകയും ഞാനെന്നും എൻ്റേതെന്നുമുള്ള മോഹം നശിക്കുകയും ചെയ്യുന്നു. പണ്ട് ബ്രഹ്മാവ് നിർവ്യാജമായ ഭക്തിയോടുകൂടി ഭഗവാനെ ഉപാസിച്ചു. ഇതിൽ സന്തുഷ്ടനായ ഭഗവാൻ അദ്ദേഹത്തിന് തൻ്റെ ചിദ്രൂപത്തെ കാണിച്ചു കൊടുക്കുകയും ആത്മജ്ഞാനം നൽകുകയും ചെയ്തു. പണ്ട് അദ്ദേഹം സ്വസ്ഥാനത്തിരുന്ന് പ്രപഞ്ച സൃഷ്ടി നടത്തുവാൻ ശ്രമിച്ചു. പക്ഷേ അതിനുള്ള ജ്ഞാനം അദ്ദേഹത്തിന് ലഭിച്ചില്ല. ആ സമയത്ത് അദ്ദേഹം പ്രളയജലത്തിൽ നിന്നും 2 അക്ഷരം മുഴങ്ങിക്കേട്ടു. അത് സ്പർശാക്ഷരങ്ങളിൽ 16-ാമത്തേതായ തായും 21-ാമത്തെ അക്ഷരമായ പായും കൂടിച്ചേർന്ന തപ എന്നായിരുന്നു. ഇതിൻ്റെ വക്താവ് ആരായിരിക്കും എന്നോർത്തുകൊണ്ട് അദ്ദേഹം ഒരുപാട് അന്വേഷിച്ചു. പക്ഷേ യാതൊരു ഫലവും ഉണ്ടായില്ല. താൻ സ്വസ്ഥാനത്തിരുന്ന് തപസ്സു ചെയ്യണമെന്നാണ് ഇതിൻ്റെ വക്താവ് നിർദ്ദേശിക്കുന്നതെന്ന് അദ്ദേഹം കരുതി. അങ്ങനെ അദ്ദേഹം തപസ്സു ചെയ്യുവാനായിട്ട് ആരംഭിച്ചു. തുടർന്ന് അദ്ദേഹം 1000 ദിവ്യവർഷം ഇന്ദ്രിയങ്ങളെയും മനസ്സിനെയും നിയന്ത്രിച്ച് അതികഠിനമായ തപസ്സനുഷ്ഠിച്ചു. ഇതിൽ സന്തുഷ്ടനായ ഭഗവാൻ അദ്ദേഹത്തിന് ആത്മജ്ഞരായ ദേവന്മാരാൽ സ്തുതിക്കപ്പെടുന്നതും ക്ലേശം, ഭീതി, മോഹം ഇവ സമീപിക്കാത്തതുമായതും സർവ്വതിനും ഉപരിയായി വർത്തിക്കുന്നതുമായ സ്വലോകത്തെ, അതായത് വൈകുണ്ഠത്തെ കാണിച്ചു കൊടുത്തു. മായയോ ത്രിഗുണങ്ങളോ കാലമോ സ്പർശിക്കാത്തതും ദേവാസുരന്മാരാൽ പൂജിക്കപ്പെടുന്നതുമായ ആ ദിവ്യലോകത്ത് വിഷ്ണുവിൻ്റെ പാർഷദന്മാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവരെല്ലാം ശ്യാമവർണ്ണത്തോടും താമര ഇതൾ പോലത്തെ കണ്ണുകളോടും മഞ്ഞ വസ്ത്രധാരികളും അതീവ ശോഭയോടും സൗന്ദര്യത്തോടും ചതുർബാഹുക്കളും തിളങ്ങുന്ന കുണ്ടലം, കിരീടം, ഹാരം മുതലായവ അണിഞ്ഞവരും ആയിരുന്നു. സ്ത്രീരത്നങ്ങളുടെ കാന്തിയാലും മഹാത്മാക്കളുടെ പറന്നുകളിക്കുന്ന വിമാന സമൂഹങ്ങളാലും മിന്നൽപ്പിണരോടുകൂടിയ ആകാശമെന്ന പോലെ ആ ദിവ്യലോകം ശോഭിച്ചു. സാക്ഷാൽ ലക്ഷ്മീദേവി ഭഗവാന്റെ തൃപ്പാദങ്ങളെ സേവിച്ചുകൊണ്ട് അവിടെ കഴിയുന്നു. അവർ കാമദേവന്റെ അനുചരന്മാരായ വണ്ടുകൾ പൊഴിക്കുന്ന ഗാനങ്ങളെ വകവയ്ക്കാതെ ഭഗവാന്റെ ദിവ്യലീലകൾ പാടി പുകഴ്ത്തുന്നു. വൈകുണ്ഠത്തെ ദർശിച്ച ബ്രഹ്മാവ് അവിടെ ലോകേശനും ഭക്തവത്സലനും യജ്ഞപതിയും സുനന്ദൻ, നന്ദൻ, പ്രബലൻ, അർഹണൻ മുതലായ പാർഷദന്മാരാൽ സദാ സേവിതനും ഭക്താനുഗ്രഹതരനും നേത്രങ്ങൾക്ക് ആനന്ദമേകുന്ന സ്വരൂപത്തോടു കൂടിയവനും സദാ പുഞ്ചിരി പൊഴിക്കുന്ന വദനാരവിന്ദത്തോടു കൂടിയവനും ചതുർഭുജനും കിരീടം, കുണ്ടലം, പീതവസ്ത്രം മുതലായവ അണിഞ്ഞവനും വക്ഷപ്രദേശത്ത് ശോഭിക്കുന്ന ലക്ഷ്മീദേവിയോട് കൂടിയവനും സാഖ്യശാസ്ത്രത്തിലെ 4, 16, 5 എന്നീ ശക്തികളാൽ ശോഭിക്കുന്നവനും നിത്യാനന്ദ സ്വരൂപനും വിശിഷ്ടാസന സ്ഥിതനും വിഭുവും എല്ലാ ഐശ്വര്യാദികളും പൂർണ്ണനുമായ സാക്ഷാൽ ഭഗവാൻ നാരായണനെ ദർശിച്ചു. ഇവിടെ സാഖ്യശാസ്ത്രത്തെക്കുറിച്ച് പറഞ്ഞു. സാഖ്യശാസ്ത്രത്തിലെ പ്രകൃതി, പുരുഷൻ, മഹത്തത്വം, അഹങ്കാരം എന്നീ 4, പിന്നെ പഞ്ചമഹാഭൂതങ്ങൾ അത് 5, 10 ഇന്ദ്രിയങ്ങൾ അങ്ങനെ 10, 15, 15 പ്ലസ് മനസ്സ് അങ്ങനെ 16. അതാണ് സാഖ്യത്തിലെ 4, 16. പിന്നെ 5 അത് പഞ്ചതന്മാത്രകളാണ്. പഞ്ചതന്മാത്രകൾ എന്ന് പറഞ്ഞാൽ ശബ്ദം, സ്പർശ, രൂപം, രസം, ഗന്ധം. ഇതിനാണ് പഞ്ചതന്മാത്രകൾ എന്ന് പറയുന്നത്. ഇതാണ് യഥാക്രമം 4, 16, 5 എന്നീ ശക്തികൾ എന്ന് ഉദ്ദേശിക്കുന്നത്. ഭഗവത് ദർശനം കൊണ്ടുണ്ടായ ആനന്ദാതിരേകത്താൽ കണ്ണു നിറഞ്ഞ ചതുർമുഖൻ പരമഹംസന്മാരുടെ പ്രാപ്യസ്ഥാനമായ ഭഗവാന്റെ തൃപ്പാദങ്ങളെ നമിച്ചു.
സന്തുഷ്ടനായ ഭഗവാൻ പ്രജാസൃഷ്ടിയിൽ തൻ്റെ ആജ്ഞാനുവർത്തിയാകാൻ അർഹനായ ബ്രഹ്മാവിൻ്റെ കരങ്ങളിൽ പിടിച്ച് പുഞ്ചിരിയോടുകൂടി ഇപ്രകാരം പറഞ്ഞു: അല്ലയോ വേദഗർഭനായവനെ, ഭവാൻ സൃഷ്ടിവാഞ്ച നിമിത്തം വളരെ കാലം എന്നെ തപസ്സു ചെയ്തിരിക്കുന്നു. അതിൽ ഞാൻ വളരെയധികം സന്തുഷ്ടനാണ്. കപടയോഗികൾക്കൊരിക്കലും ഇത്ര കഠിനമായ തപസ് അനുഷ്ഠിക്കുവാൻ സാധ്യമല്ല. അവിടുത്തേക്ക് നല്ലത് വരട്ടെ. ഭവാൻ ഇഷ്ടമുള്ള വരം വരിച്ചുകൊള്ളൂ. ഒരാൾക്ക് ശ്രേയസ്സിനുള്ള പ്രയത്നത്തിൻ്റെ പര്യവസാനമാണ് എന്നെ ദർശിക്കാൻ സാധിക്കുന്നത്. എൻ്റെ ഉപദേശത്തെ രഹസ്യമായി ശ്രവിച്ചതുകൊണ്ടാണല്ലോ ഭവാൻ എന്നെ തപസ്സു ചെയ്തത്. അതിൻ്റെ ഫലമായാണ് ഭവാന് എൻ്റെ ലോകം ദർശിക്കുവാൻ സാധിച്ചത്. ഭവാൻ ഇതികർത്തവ്യഥാമൂഢനായി ഇരിക്കുമ്പോൾ, ഇതികർത്തവ്യഥാമൂഢൻ എന്ന് പറഞ്ഞാൽ ഇനി എന്ത് ചെയ്യണമെന്ന് അറിയാതെ വിഷമിച്ചിരിക്കുന്ന അവസ്ഥയാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ തപസ് അനുഷ്ഠിക്കാൻ നിർദ്ദേശിച്ചത് ഞാൻ തന്നെയാണ്. തപസ് എൻ്റെ ഹൃദയമാകുന്നു. തപസ്സിൻ്റെ ആത്മാവും ഞാൻ തന്നെയാകുന്നു. ഈ വിശ്വം തപസ്സിനാൽ ജാതമാകുന്നു. അതിനെ സംരക്ഷിക്കുന്നതും സംഹരിക്കുന്നതും തപസ്സു തന്നെയാകുന്നു. തപസ് നമ്മുടെ വീര്യവും അനുഷ്ഠിക്കാൻ പ്രയാസമുള്ളതും ആകുന്നു. ബ്രഹ്മാവ് പറഞ്ഞു: അവിടുന്ന് സകല ജീവികളുടെയും ഹൃദയത്തിൽ അധ്യക്ഷഭാവത്തിൽ സ്ഥിതി ചെയ്യുന്നവനും പരിശുദ്ധമായ പ്രജ്ഞ കൊണ്ട് സർവവും അറിയുന്നവനുമാണല്ലോ. അവിടുത്തെ സ്ഥൂലവും സൂക്ഷ്മവുമായ രൂപത്തെക്കുറിച്ചുള്ള ജ്ഞാനം എനിക്ക് പ്രദാനം ചെയ്താലും അവിടുന്ന് ആത്മമായയാൽ നാനാശക്തികളോടുകൂടിയ ഈ വിശ്വമാകെ സൃജിക്കുകയും, അതായത് സൃഷ്ടിക്കുകയും സംരക്ഷിക്കുകയും സംഹരിക്കുകയും ചെയ്യുന്നു. ഒരു എട്ടുകാലി എപ്രകാരമാണോ തന്നിൽ നിന്ന് തന്നെ നൂലുണ്ടാക്കുന്നത്, അതുപോലെ വ്യർത്ഥമാകാത്ത സങ്കല്പത്തോടുകൂടിയ അവിടുന്നും തന്നിൽ നിന്ന് തന്നെ ഈ ജഗത്ത് മുഴുവൻ സൃജിക്കുകയും തന്നിൽ തന്നെ നിലനിർത്തുകയും തന്നിൽ തന്നെ വിലയം പ്രാപിക്കുകയും ചെയ്യുന്നു. ഇതെല്ലാം അവിടുന്ന് കേവലം ക്രീഡ പോലെ മാത്രമേ കണക്കാക്കുന്നുള്ളൂ. ഇത് എപ്രകാരമാണ് അവിടുന്ന് ചെയ്യുന്നത് എന്നതിനെക്കുറിച്ചുള്ള ജ്ഞാനം എനിക്ക് ഉപദേശിച്ചു തരണം. അവിടുത്തെ ഇഷ്ടത്തിനനുസരിച്ച് യാതൊരു മടിയും കൂടാതെ ഞാൻ പ്രജാസൃഷ്ടി നടത്താം. കൂടാതെ ഒരിക്കലും അഹങ്കാരത്തിന് അടിമപ്പെട്ടു പോകാതിരിക്കുന്നതിനും അവിടുത്തെ അനുഗ്രഹം ഈ ഉള്ളവനിൽ ഉണ്ടായിരിക്കണം. കരുണാമയനും ജഗദീശ്വരനുമായ അവിടുന്ന് ഒരു സുഹൃത്തിനെ എന്ന പോലെ എന്നെ സ്വീകരിച്ചു. അവിടുത്തെ അനുഗ്രഹം കൊണ്ട് പ്രജാസൃഷ്ടി നടത്തുന്ന എനിക്ക് ഒരിക്കലും അജനെന്നുള്ള അഹങ്കാരം ഉണ്ടാകരുതേ. ശ്രീ ഭഗവാൻ പറഞ്ഞു: അത്യന്തം രഹസ്യം നിറഞ്ഞതും എന്നെ സംബന്ധിച്ചത് സാംഗവിജ്ഞാന സഹിതമായി ഭവാൻ ശ്രമിച്ചാൽ. സാംഗവിജ്ഞാനം എന്ന് പറഞ്ഞാൽ ഒരു വിഷയത്തെക്കുറിച്ചുള്ള ആധികാരികമായ ജ്ഞാനം, അതിൻ്റെ മുഴുവൻ ജ്ഞാനം, അതാണ് സാംഗവിജ്ഞാന സഹിതമായി ഭവാൻ ശ്രമിച്ചാലും. ഭഗവാനെക്കുറിച്ചുള്ള പൂർണ്ണമായ വിജ്ഞാനം കേട്ടോളൂ എന്നാണ് ഭഗവാൻ അവിടെ പറഞ്ഞത്. എൻ്റെ സ്വരൂപം, ഗുണകർമാദികൾ, മഹത്വം, സ്വഭാവം മുതലായവയെക്കുറിച്ചുള്ള തത്വവിജ്ഞാനം എൻ്റെ അനുഗ്രഹത്താൽ ഭവാന് ഉണ്ടാകുമാറാകട്ടെ. അതായത് ബ്രഹ്മാവിന് ഉണ്ടാകുമാറാകട്ടെ. ഇത്രയും പറഞ്ഞിട്ട് 4 ശ്ലോകങ്ങൾ ചതുശ്ലോകി ഭാഗവതം ഉപദേശിക്കുകയാണ്. അപ്പോൾ ഇനി വരുന്ന 4 ശ്ലോകങ്ങൾ ചതുശ്ലോകി ഭാഗവതം എന്ന പേരിൽ പ്രസിദ്ധമാണ്. ഇതിനെ ഭാഗവതത്തിൻ്റെ ബീജം എന്നാണ് അറിയപ്പെടുന്നത്. ആദ്യത്തെ ശ്ലോകം ഇതാണ്: അഹമേവാസമേവാഗ്രേ നാന്യത് യത് സതസത്പരം പശ്ചാദകം യഥേതച്ഛ യോ അവശിഷ്യേത സോസ്മ്യഹം. സൃഷ്ടിക്ക് മുമ്പ് ഭഗവാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. സത്തോ അസത്തോ അതിനുപരിയായോ ഉള്ള യാതൊന്നും തന്നെ ഭഗവാനിൽ നിന്ന് അന്യമല്ല. ഈ വിശ്വം ഞാൻ തന്നെയാകുന്നു, അതായത് ഭഗവാൻ തന്നെയാകുന്നു. പ്രളയത്തിനു ശേഷം അവശേഷിക്കുന്നതും ഞാൻ തന്നെയാകുന്നു. ഇതാണ് ഒന്നാമത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥം. ഇനി രണ്ടാമത്തെ ശ്ലോകം: ഹൃദയർത്ഥം യത് പ്രതീയേത ന പ്രതീയേത ചാത്മനി യദ്വിദ്യാധാത്മനോ മായാം യഥാഭാസോ യഥാതമഃ. യാതൊന്നു ഹേതുവായാണോ മിഥ്യാപ്രപഞ്ചം സത്യമായും ആത്മചൈതന്യത്തെ അപ്രകാരം കരുതാതിരിക്കുന്നതും
കരുതാതിരിക്കുകയും ചെയ്യുന്നത് അതാകുന്നു എൻ്റെ മായയെന്ന് അറിഞ്ഞാലും. അടുത്ത മൂന്നാമത്തെ ശ്ലോകം. യഥാ മഹാന്തി ഭൂതാനി ഭൂതേഷു ചാവചേഷ്വനു പ്രവിഷ്ടാന്യപ്രവിഷ്ടാനി തഥാ തേഷുന തേഷ്വഹം. സ്ഥൂല സൂക്ഷ്മങ്ങളായ ഭൂതങ്ങളിൽ പ്രവേശിച്ചവയാണെങ്കിലും മഹാഭൂതങ്ങൾ അവയിൽ എപ്രകാരമാണോ പ്രവേശിക്കാത്തത് അതുപോലെ തന്നെ ഞാൻ സകല ചരാചരങ്ങളിലും പ്രവേശിക്കാത്തവനുമാണെന്ന് പറയാം. അടുത്ത ശ്ലോകം. ഏതാവദേവ ജിജ്ഞാസ്യം തദ്വജിജ്ഞാസുനാത്മനഃ അന്വയവ്യതിരേകാഭ്യാം യത് സ്യാത് സർവത്ര സർവദാ. ഏതാവദേവ ജിജ്ഞാസ്യം തത്വജിജ്ഞാസുനാത്മനഃ അന്വയവ്യതിരേകാഭ്യാം യത് സ്യാത് സർവത്ര സർവദാ. ആത്മതത്വത്തെക്കുറിച്ച് അറിയാൻ ഇച്ഛിക്കുന്നവർക്ക് അറിയാനുള്ളത് ഇതാണ്. അന്വയവ്യതിരേകം കൊണ്ട് എല്ലായിടത്തും എല്ലായ്പ്പോഴും ഉള്ളത് ആത്മാവ് തന്നെ ആകുന്നു. ഈ ചതുശ്ലോകം ഉപദേശിച്ചിട്ട് ഭഗവാൻ തുടർന്ന് പറയുകയാണ്. ബ്രഹ്മദേവ, അവിടുന്ന് പരമമായ സമാധിയിലൂടെ ഈ തത്വത്തെ നടപ്പാക്കിയാൽ ഓരോ കൽപ്പത്തിലുമുള്ള സൃഷ്ടി വിഷയത്തിൽ അവിടുന്ന് ഒരിക്കലും മോഹത്തെ പ്രാപിക്കുകയില്ല. ശ്രീശുകൻ പറഞ്ഞു, നിത്യനായ ഹരി പ്രജാപതിയായ ബ്രഹ്മാവിന് ഇപ്രകാരം ഉപദേശം നൽകിയ ശേഷം അദ്ദേഹം നോക്കി നിൽക്കെ സ്വാത്മസ്വരൂപത്തെ മറച്ചു. സർവഭൂതമയനായ ബ്രഹ്മാവ് ഭഗവാൻ മറഞ്ഞിടത്തേക്ക് നോക്കി അഞ്ജലി കൂപ്പി. അനന്തരം അദ്ദേഹം പൂർവകാലത്തെ പോലെ ജീവജാലങ്ങളെ സൃഷ്ടിച്ചു. പിന്നീടൊരിക്കൽ ചതുർമുഖൻ താൻ സൃഷ്ടിച്ച പ്രജകളുടെ ക്ഷേമത്തിനായിക്കൊണ്ട് യമനിയമാദികളെ അനുഷ്ഠിച്ചു. ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ പുത്രരിൽ വെച്ച് ഏറ്റവും പ്രിയതമനും അനുസരണാശീലത്തോടു കൂടിയവനും ഭാഗവതോത്തമനുമായ നാരദൻ വിഷ്ണുമായയെക്കുറിച്ച് അറിയാനുള്ള ആഗ്രഹം നിമിത്തം പിതാവിനെ ശുശ്രൂഷിച്ച് പ്രീതിപ്പെടുത്തി. രാജാവേ, അവിടുന്ന് എന്നോട് ചോദിച്ച കാര്യങ്ങൾ തന്നെയാണ് നാരദൻ സ്വന്തം പിതാവായ ബ്രഹ്മാവിനോടും ചോദിച്ചത്. സന്തുഷ്ടനായ ബ്രഹ്മദേവൻ ഭഗവാൻ തന്നെ തനിക്ക് ഉപദേശിച്ചതും തത്വലക്ഷണങ്ങളോടുകൂടിയതും ഭാഗവതമെന്ന് പേരോടുകൂടിയതുമായ ഈ പുരാണത്തെ നാരദന് ഉപദേശിച്ചു. അതിനുശേഷം ഈ പുരാണത്തെ നാരദമുനി സരസ്വതീ തീരത്ത് പരബ്രഹ്മ ധ്യാനത്തോടുകൂടിയിരിക്കുന്നവനും അമിത തേജസ്വിയും എൻ്റെ പിതാവുമായ വ്യാസമഹർഷിക്ക് ഉപദേശിച്ചു. വിരാട് പുരുഷനിൽ നിന്ന് എങ്ങനെയാണ് ഈ പ്രപഞ്ചം ഉണ്ടായതെന്ന് അവിടുന്ന് ചോദിക്കുകയുണ്ടായി. അതും അന്യ സംശയങ്ങളും പരിഹരിക്കുന്നതിനായി ഞാൻ ഭാഗവതമെന്ന ഈ പുരാണത്തെ ആഖ്യാനം ചെയ്യാം. ഇത് ശ്രീമദ് ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം ദ്വിതീയസ്കന്ധേ നവമോധ്യായഃ. അങ്ങനെ 9-ാമത്തെ അധ്യായം സമാപിച്ചു. ഇനി 10-ാം അധ്യായം അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി, നമസ്കാരം.